ഹലോ ഗൈസ്, ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്കിപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എന്തായിരിക്കും ടോപ്പിക് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓൺലൈൻ വഴി, അതായത് നമ്മുടെ OLX പോലെയുള്ള യൂസ്ഡ് സാധനങ്ങൾ വിൽക്കുന്ന ആപ്ലിക്കേഷൻസ് വഴി ഒരുപാട് തട്ടിപ്പ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ പോലെയുള്ള ഏകദേശം ഒരു 25-28 വയസ്സിന് പ്രായമുള്ളവരൊക്കെയാണ് ഇതിൽ കൂടുതലും പെടുന്നത്. അതിന് മേലെ പ്രായമുള്ളവർ വേറൊരു തരത്തിലുള്ള തട്ടിപ്പിലും പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് തട്ടിപ്പുകളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വലിച്ചു കിട്ടണില്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്തിനാന്ന് നോക്കിയാൽ വെച്ചാൽ 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ടിക്ടോക്കിൽ എൻ്റെ വീഡിയോൻ്റെ ചെറിയൊരു ക്ലിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ ഞാൻ പറയണ്ടായി OLX-ൽ 10-50,000 കുറവിന് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ സ്ഥലത്തില്ല, പുറത്തുള്ള ഒരു സ്ഥലത്താണ്, എന്നിട്ട് ID കാർഡ് പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചു തരും. അതിനുശേഷം അഡ്വാൻസ് വാങ്ങും. അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പിന്നെ അവരെ വിളിച്ചാലൊന്നും കിട്ടില്ല. ആ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടു. ഒരുപാട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 100-200ഓളം പേരാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പിനരിയായിട്ട് ആ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലും അതേപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ പോയി തപ്പി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ മാത്രമല്ല കേട്ടോ, കേരളത്തിനുള്ളിലും കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസമല്ല, ജനുവരി മാസത്തിൽ മലപ്പുറത്ത് നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ iPhone 10 11 അങ്ങോട്ട് വില കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് OLX-ൽ പരസ്യമിട്ട് വന്നിട്ട് അഡ്വാൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഇവൻ്റെ നമ്പർ ഗൾഫിലത്തെ നമ്പറായിരുന്നു. ഇവൻ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരാളാന്ന് പറഞ്ഞിട്ടാണ് ചാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് അവസാനം ഈ പൈസ, സാധാരണ ആൾക്കാർ എന്നിട്ട് ചെയ്യുക, പൈസ പോയിന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഇവ അങ്ങനെ വിചാരിച്ചിരുന്നില്ല. ഇവൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അവസാനം അവനെ പിടിച്ചു. ഇത്തരത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ OLX മുഖേന, OLX എന്ന് ഞാൻ പേരെടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷൻ മുഖേന നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പെടുന്ന ഒരു കേസ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈലുകളാണ്. ഇപ്പോൾ S10+, അതേപോലെ തന്നെ iPhone, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏതൊരു ഫോൺ ഇറങ്ങി കഴിഞ്ഞാലും അൺബോക്സ് പോലും ചെയ്യാത്ത ഫോണുകളുടെ പോസ്റ്റുകളാണ് OLX-ൽ ഇടുക. ഫോൺ ഇറങ്ങാനായിട്ട് മുമ്പ് എനിക്ക് തോന്നുന്നു ഏഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഞാൻ OLX-ൽ അത്ര ആക്റ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം, നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നോർമലായിട്ട് അവരുടെ പെരുമാറ്റം കണ്ടാൽ നമുക്ക് പക്കയായിട്ട് വിശ്വസിക്കാനൊക്കെ തോന്നും. നോർമലായിട്ട് നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അവർ പറയുക എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞു, പുതിയ സ്റ്റോക്ക് വരും, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. ഇത്തരത്തിൽ വാട്സപ്പ് ചാറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അവർ മെസ്സേജ് അയക്കും, പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരാം. ഇനി അവസാനമാണ് അവർ പറയുക നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് അങ്ങ് ദൂരെ രാജസ്ഥാനിൽ അല്ലെങ്കിൽ ഗുജറാത്തിൽ അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെയാണ്, നിങ്ങൾക്ക് ഫോൺ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് പാഴ്സൽ ചാർജ് മാത്രം തന്നാൽ മതി, ഞങ്ങൾ ഫോൺ അവിടെ എത്തിച്ചേരും, അതിന് ശേഷം നിങ്ങൾ ബാക്കിയുള്ള എമൗണ്ട് ഇടാൻ പറയും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടായി പാഴ്സൽ ചാർജ് എന്ന് പറയുമ്പോൾ ഒരു 1500-2000 രൂപയാണ് വരുന്നത്, ഒരു 10,000-20,000 രൂപയുടെ ഫോണിന്. നമ്മൾ ഈ ഒരു സംഭവം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. അതോടുകൂടെ അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള റെസിറ്റും കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ ഇട്ട് തരും. പിന്നെ കൊറിയർ കിട്ടാണ്ടാവുമ്പോൾ 1 ആഴ്ച കഴിയും, 2 ആഴ്ച കഴിയും, 1 മാസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോഴേക്കും ഈ ഒരു തട്ടിപ്പിൽ ഒരുപാട് ആൾക്കാർ വീണിട്ട് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. നോർമലായിട്ട് അവർ ആ ഒരു നമ്പറും ഡീആക്ടിവേറ്റ് ചെയ്യും, അവരുടെ OLX അക്കൗണ്ടും കളയും. ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കോൾ ചെയ്യാൻ പറ്റില്ല. വാട്സപ്പിലാണ് ഫുള്ള് കളികൾ, സർവത്ര കളികളും വാട്സപ്പിലാണ്. ഇപ്പം പിന്നീട് നമ്മൾ വേറൊരു വാട്സപ്പിൽ കയറിയിട്ട് നോക്കിയാലും അവരുടെ ആ ഒരു നമ്പറിൽ വാട്സപ്പും കാര്യങ്ങളൊന്നും കാണില്ല. ഇതാണ് OLX-ലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പെട്ടുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ തട്ടിപ്പ് എന്ന് പറയുന്നത്. മൊബൈൽ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നോർമലായിട്ട് ഒരു 1000 രൂപയ്ക്കൊന്നും വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ അധികം നടക്കില്ല എന്ന് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്ക് അറിയാം. അതായത് നമ്മൾ ഈ ഒരു 1000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണമെന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവരുടെ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കുന്ന സമയത്ത് മുംബൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ആഡ് കിടക്കുന്നത് ചിലപ്പോൾ നമ്മുടെ മണാലിയിലായിരിക്കും, പിന്നത്തെ ആഡ് കിടക്കുന്നത് നമ്മുടെ കൊച്ചിയിലായിരിക്കും. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു സെയിം ആഡും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരിക്കും. പുതിയ പൊട്ടിക്കാത്ത ഫോണുകളുടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അയച്ചു തന്നു വരും. ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ പറയുന്ന ടീമുകളുടെ അടുത്ത്, അതായത് കോൾ ചെയ്യാനൊന്നും അവർക്ക് ടൈം ഉണ്ടാവില്ല, വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്ന ടീമുകളെ പരമാവധി ഒഴിവാക്കുക. പിന്നെ മൊബൈൽ തട്ടിപ്പിൽ തന്നെ വരണ വേറൊരു സംഭവം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ S10+ അല്ലെങ്കിൽ ഇപ്പോൾ OnePlus 7 Pro 70 അല്ലെങ്കിൽ ഇപ്പോൾ iPhone ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻസ്, പിന്നെ iPhone Watch 5, ഇതൊന്നും ഒറിജിനൽ അല്ലാട്ടോ, ഇതൊക്കെ എനിക്ക് അത്തരത്തിൽ പണിയിട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ ഇയർഫോൺ വരെയുണ്ട്. ആപ്പിളിൻ്റെ ഇയർഫോൺ ഏകദേശം ഒരു 24,000 രൂപയോളം ഇപ്പോൾ പുതിയതിനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അൺബോക്സ് ചെയ്യാത്ത പ്രൊഡക്റ്റുകളും OLX-ൽ കിടക്കുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഞാൻ 3 വട്ടം വീണു പോയതാണ്. വാച്ച്, അതേപോലെ തന്നെ ഇയർഫോൺ, കുറേ സാധനങ്ങൾ എനിക്ക് പണിയിട്ടിട്ടുണ്ട്. നമ്മുടെ സാംസങ്ങിൻ്റെ ഗിയറിൽ, സാംസങ്ങിൻ്റെ സ്മാർട്ട് വാച്ച്
ഒക്കെ ക്ലോൺ പീസുകളാണ്. ഐഫോണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനലിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനൊരു ഐഫോൺ പണ്ട് വാങ്ങിച്ചിട്ട് നോക്കുമ്പോൾ ഉണ്ടായില്ല ഗൂഗിൾ പ്ലേ സ്റ്റോർ. അപ്പോഴാണ് എനിക്ക് ആ ഒരു സംഭവം മനസ്സിലായത്. 128 GB ഇന്റർണലും കാര്യങ്ങളൊക്കെ സെറ്റിംഗ്സിൽ പോയി കാണിക്കും. നമ്മളത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും മനസ്സിലാവുക 4 GB ഒക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഫോൺ മെമ്മറിയും കാര്യങ്ങളൊക്കെ. റാം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടാവില്ല, ക്യാമറകളായിട്ട് ഒന്നിനും കൊള്ളില്ല. അതേപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ശരിക്കും നമുക്ക് ഹോം ഡെലിവറി ആയിട്ട് വരും. അതായത് നമ്മുടെ വീട്ടിലെത്തുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി, നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് തരും. ആ ഒരു സെറ്റപ്പിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും വേറൊരു തരത്തിലുള്ള തട്ടിപ്പാണ്. ഐഫോണിൻ്റെ പെട്ടി ഉണ്ടാവും, ഐഫോണിൻ്റെ ഇയർഫോൺ ഉണ്ടാവും, ആപ്പിളിൻ്റെ പെട്ടി ഉണ്ടാവും, ആപ്പിളിൻ്റെ ഇയർഫോൺ ഉണ്ടാവും, ആപ്പിളിൻ്റെ ചാർജറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ മൊബൈൽ ക്ലോൺ ആയിരിക്കും. മെയ്ഡ് ഇൻ കൊറിയ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ വേറെ ഏതെങ്കിലും കുന്നംകുളം പോലത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും ആ ഒരു ബോക്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു തട്ടിപ്പ് എന്ന് വെച്ചാൽ അവർ OLXിലൊന്നും ഇതിടില്ല, ഡയറക്റ്റ് നമ്മളെ വിളിക്കും. നിങ്ങളൊരു സാംസങ് J7 നെക്സ്റ്റിനോ മാക്സിനൊക്കെ വിന്നർ ആയിട്ടുണ്ട്, നിങ്ങളുടെ അഡ്രസ്സ് തരാൻ വെച്ചാൽ ആ ഒരു സംഭവം കൊറിയർ അയച്ചു തരാം, പോസ്റ്റ് അയച്ചു തരാം കേട്ടോ. പോസ്റ്റ് വഴിയാണ് അവർ അയച്ചു തരാം. അപ്പോൾ നമ്മൾ എന്തിട്ട് ചെയ്യുക, ഹോം ഡെലിവറി ആയതുകൊണ്ട് നമ്മൾ വിശ്വസിക്കും നേരിട്ട് പോകും. 3000 രൂപ 2000 രൂപ അങ്ങോട്ട് കൊറിയർ ചാർജ് അടക്കണം എന്ന് തോന്നുന്നു പോസ്റ്റ് ഓഫീസിൽ. ആ ഒരു സംഭവം തുറന്നു നോക്കുന്ന സമയത്ത് രുദ്രാക്ഷമാല അല്ലെങ്കിൽ ഇപ്പോൾ അത്തരത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരുന്ന തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു പെട്ടിയിൽ. ഇതാണ് ഓൺലൈനിലായിട്ട് നടക്കുന്ന തട്ടിപ്പിൻ്റെ രണ്ടാമത്തെ ഒരു മുഖം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ തട്ടിപ്പ് എന്തിനാന്ന് ചോദിക്കുക വെച്ചാൽ അത് എന്തിട്ട് ചെയ്യാം, നമ്മൾ ഒരിക്കലും പിന്നാലെ പോകാൻ സാധ്യതയില്ലാത്ത ഒരു ഐറ്റം തന്നെയാണ്. ആ ഒരു തട്ടിപ്പിനെതിരായിട്ടുള്ള പോസ്റ്റ് OLX വഴി ആ ഒരു തട്ടിപ്പിൽ വീണ ഒരാളുടെ പോസ്റ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം. നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ ഓൺലൈൻ ജോബ് തട്ടിപ്പ്. ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്, വീട്ടിലിരുന്ന് ചെയ്യാൻ പാകത്തിനുള്ള ജോലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന ജോലി. ഇതിന് പ്രായപരിധി ഇല്ല, സമയപരിധി ഇല്ല, എന്നിട്ട് പറയാം വിദ്യാഭ്യാസം ആവശ്യമില്ല. അത്തരത്തിൽ നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ടും ഒരുപാട് ആൾക്കാർ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പിൽ ഒരുപാട് ആൾക്കാർ വേണ്ടിയിട്ടുണ്ടാവും. കൂടുതൽ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനിലിരിക്കുന്ന പിള്ളേരും അതേപോലെ തന്നെ വീട്ടമ്മമാരും അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലും പെട്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരും നമ്മളെ പോലെ പ്രായമുള്ളവരൊന്നും ഇതിൻ്റെ പിന്നാലെ പിന്നെ പോകാൻ നിൽക്കില്ല. ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആവുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഓൺലൈൻ ജോബ് തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഘങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. മലയാളികളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മലയാളികളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൈസയും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതോടുകൂടിയിട്ട് അവർ നമുക്ക് തന്നിട്ടുള്ള നമ്പറും പോവും, അതേപോലെ തന്നെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഡീആക്ടിവേറ്റ് ആവും. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ അവർ വാങ്ങാനുള്ള സാധ്യതയും കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് വരെ അവർ ചോദിക്കും. നിങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് മാസം അല്ലെങ്കിൽ ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ നിങ്ങളുടെ ബാങ്കിലുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ പോകാനുള്ള സാധ്യതയും കാര്യങ്ങളുണ്ട്. ഇനി മൂന്നാമത്തെ തട്ടിപ്പ് രീതി എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ OLXിലൊക്കെ വില കൂടിയിട്ടുള്ള ഐറ്റംസ് പോസ്റ്റ് ചെയ്തവർക്ക് ഇത്തരത്തിലുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഞാൻ ഇന്ന രാജ്യത്ത് നിന്നാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങൾ വിചാരിക്കുന്നതായിട്ടും കൂടുതൽ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അത്തരത്തിലാണ് ഞങ്ങളുടെ ഇവിടുത്തെ മാർക്കറ്റിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളിത് എനിക്ക് അയച്ചു തരാൻ തയ്യാറാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പൈസയും കാര്യങ്ങളൊക്കെ തരാം. എന്നിട്ട് അവർ നമ്മുടെ ഇന്ത്യയിലേക്ക് പൈസ അയക്കണതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. അവർ അഡ്വാൻസ് ആയിട്ട് പൈസയും കാര്യങ്ങളൊക്കെ തരാൻ തയ്യാറാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രൊഡക്റ്റ് അവർ പറയുന്ന അഡ്രസ്സിലേക്ക് കൊറിയർ അയച്ചു കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളാണ് ഏറ്റവും കൂടുതൽ വീഴാട്ടോ. ഞാൻ വിൽക്കാൻ ഇട്ട റേറ്റ് തന്നെ തരാമെന്ന് പറഞ്ഞു, വേണമെങ്കിൽ കൂടുതൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതല്ല ലാഭം എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും ആ ഒരു ചതിയിൽ ശരിക്കും വീണു പോകും. കാരണം എന്ന് വെച്ചാൽ വില കൂടിയിട്ടുള്ള ഐറ്റംസ് ആണ്, അതിലും കൂടുതൽ വില തരാമെന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ നമ്മൾ എന്തിട്ട് ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം കൊറിയർ അയച്ചു തരാമെന്ന് പറയും. അപ്പോൾ തന്നെ അവരുടെ റിപ്ലൈ മെസ്സേജ് വരും. ഒന്നല്ലെങ്കിൽ മെയിൽ അയക്കാനായിരിക്കും പറയുക, അല്ലെങ്കിൽ അവർ വാട്സപ്പിലായിരിക്കും വരാം, അല്ലെങ്കിൽ സ്കൈപ്പ് പോലത്തെ ഏതെങ്കിലും ആപ്ലിക്കേഷനിലൊക്കെ വരും കേട്ടോ. അവർക്ക് മുഖം കാണിക്കാനൊന്നും യാതൊരു തരത്തിലുള്ള പേടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഓൺലൈനിൽ പല ആപ്ലിക്കേഷൻസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ പറയും, അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയക്കാൻ പറയും. ആ ഒരു റിക്വസ്റ്റ് നിങ്ങൾ അയക്കണോട് കൂടിയിട്ട് നിങ്ങളുടെ നമ്പറേക്ക് ഒരു OTP കോഡ് വരും. ആ ഒരു OTP കോഡ് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നും പറയും. സ്വാഭാവികമായിട്ട് എന്തിട്ടുണ്ടാവും, OTP കോഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഒരൊറ്റ അടിക്ക് ശൂന്യവും. ഫുൾ എമൗണ്ട് അവർ എടുക്കും. പിന്നെ അവരുടെ വാട്സപ്പ് നമ്പറിലോ മെയിൽ ID-യിലോ അല്ലെങ്കിൽ ഇപ്പോൾ അവർ തന്നിട്ടുള്ള കോൺടാക്ട് നമ്പറിലോ ഒന്നും വിളിച്ചാൽ നിങ്ങൾക്ക് ഒരു റെസ്പോൺസും കാര്യങ്ങളൊന്നും കിട്ടില്ല. അതൊക്കെ ഫേക്ക്. അവർ ചിലപ്പോൾ ആധാർ കാർഡ് അയച്ചു തരും. ആധാർ കാർഡ് ഇല്ലല്ലോ എൻ്റെ പുറത്ത്. അവരുടെ ID പ്രൂഫ് സർവത്ര കാര്യങ്ങൾ അയച്ചു തരും. ഒരു കാരണവശാലും അവർ ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യണതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വരെ ഇട്ട് തരും. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ മാക്സിമം വീഴാണ്ടിരിക്കുക, ഒരു കാരണവശാലും വീഴാണ്ടിരിക്കുക. നാലാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലും അതേപോലെ തന്നെ കേരളത്തിലൊക്കെ ഒരുപാട്, കേരളത്തിൽ ചിലപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള കേസുകളും കാര്യങ്ങളൊക്കെ. അതായത്
അതായത് നമ്മൾ OLX വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഇടും. അപ്പോൾ ഇവരുടെ തട്ടിപ്പ് ദിവസം മെയിനായിട്ട് വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിലും ബാങ്ക് അവധിയുള്ള ദിവസങ്ങളുടെ തലേദിവസമായിരിക്കും ഇവർ തട്ടിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങുക. അവരുടെ കയ്യിൽ ക്യാഷും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ബാങ്കിലാണ് ക്യാഷും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെക്കാണ് കയ്യിലുള്ളത്. അവർ ചെക്കും കാര്യങ്ങളൊക്കെ തരും, എന്നിട്ട് വണ്ടിയും കൊണ്ടുപോകും. എന്നിട്ട് അവസാനമാണ് നമുക്ക് ആ ഒരു ചെക്കും കാര്യങ്ങളൊക്കെ ഫേക്ക് ആണെന്ന് മനസ്സിലാവുക. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന, ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെടാണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു തട്ടിപ്പാണ് കേട്ടോ. അതായത് എന്തെങ്കിലും സാധനങ്ങൾ, വില കൂടിയ പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ കാറ് അല്ലെങ്കിൽ ഇപ്പോൾ ബൈക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറ പോലത്തെ അക്സറീസ് ഒക്കെ വാങ്ങാൻ വരണവരുടെ കയ്യിൽ നിന്ന് മാക്സിമം ക്യാഷ് ആയിട്ട് തന്നെ നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ട്രാൻസ്ഫർ ചെയ്യണ ടീമോളാന്ന് വെച്ചാൽ നെഫ്റ്റിന് പകരം IMPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉപയോഗിക്കാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിൽ കാശും കാര്യങ്ങളൊക്കെ വരും. ഈ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള പരിപാടികളിൽ വീഴാണ്ടിരിക്കുക. ചെക്ക് DD ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും. ഇനി അഞ്ചാമത്തെ തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ അവർ കാശുണ്ടാക്കിയേക്കണത് നമ്മുടെ കേരളത്തിൽ ആണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബുള്ളറ്റുകളൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാണ്. ബുള്ളറ്റ് RX100, അതേപോലെ തന്നെ പട്ടാളക്കാർ ഉപയോഗിച്ച വാഹനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു പട്ടാളക്കാരൻ്റെ പേരും പറഞ്ഞിട്ടൊക്കെയാണ് ഈ ഒരു തട്ടിപ്പ്. ഇപ്പോൾ ബുള്ളറ്റ് പഴയ മോഡൽ നമ്മുടെ ആർമിയിലൊക്കെ ഉപയോഗിച്ച് പറഞ്ഞ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ലേലം വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ലേലം വിളിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു 10-20 ബുള്ളറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ട്രെയിനിൽ പാഴ്സലായിട്ട് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്തിട്ട് നിങ്ങളുടെ നാട്ടിലെത്തിച്ചേരാം. നിങ്ങൾ ആകെ കൂടെ കൊറിയർ ചാർജും അതേപോലെ തന്നെ അല്ലെങ്കിൽ പാഴ്സൽ ചാർജും പിന്നെ അത് പാക്ക് ചെയ്യാനുള്ള ചാർജും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഏകദേശം ഒരു 6000-7000 രൂപയോളം മാത്രം നിങ്ങൾ തന്നാൽ മതി. ബാക്കി നിങ്ങൾക്ക് വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനല്ല എന്ന് തോന്നുന്നു, ഒരുപാട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ഇതേപോലെ പട്ടാളക്കാരായിട്ട്. എല്ലാവരും അയക്കണത് ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്. അതായത് ഒരു പട്ടാളക്കാരൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡ്, അയാളുടെ തന്നെ ആധാർ കാർഡ്, പിന്നെ റേഷൻ കാർഡ്, പാസ്പോർട്ട്, പാസ്ബുക്ക്, എല്ലാവിധ ഐറ്റംസ് അയച്ചു തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് അയാൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് അയച്ചു തരും. അമ്മാതിരി മനുഷ്യനെ ഞാനും ചാറ്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ അടുത്ത്. വളരെ ജെനുവിനായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അയാളുടെ സൗണ്ട്, അയാളുടെ ഡീപ്പിങ് കാര്യങ്ങളൊക്കെ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കണതാണ്, തൊപ്പിയൊക്കെ വെച്ചിട്ട് പട്ടാളക്കാരൻ്റെ വേഷത്തിൽ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ കൂടുതലും വീണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് അവർക്ക് പറ്റിച്ച് അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കും. നടത്തിയെടുക്കുന്ന കാര്യങ്ങൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കേസ് അഡ്വാൻസ് ആയിട്ടുള്ള പൈസ കൊടുക്കലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അവർ ഹാക്ക് ചെയ്യും. ഹാക്കർമാരാണെന്ന് വെച്ചാൽ ഹാക്കർമാരല്ല, നോർമലായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ OTP നമ്പറും അതേപോലെ തന്നെ ATM കാർഡിൻ്റെ നമ്പറും പിന്നെ ഒരു 3 അക്ക നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇത്. അവർ പട്ടാളക്കാരുടെ പേര് വെച്ചിട്ട് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ഇതിൽ തന്നെ വേറൊരു സെക്ഷൻ ടീമുകളുണ്ട്. അവരെന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KL രജിസ്ട്രേഷൻ വണ്ടി, KL ഇപ്പോൾ ബുള്ളറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ സ്വിഫ്റ്റ് പോലെയുള്ള കാറുകളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ജീപ്പുകളായിരിക്കാം. ഈ ഒരു സംഭവം അവർ ഉപയോഗിക്കുന്നുണ്ട്. അവർ കേരളത്തിൽ നിന്ന് വേറെ സംസ്ഥാനങ്ങളിലോട്ട് താമസിക്കുന്നവരാണ്. അതായത് ഈ അടുത്ത തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നല്ല, അവർ രാജസ്ഥാൻ പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പഞ്ചാബിലൊക്കെ ആയിരിക്കും. അവർക്ക് ആ ഒരു വണ്ടി അവിടെ സെയിലാക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ NOC ആണ്, അവിടെ റീസെയിൽ വാല്യൂ ഇല്ല, KL രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം. അപ്പോൾ അവർ നോർമലായിട്ട് തൃശ്ശൂരിടും, കുന്നംകുളത്തിടും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലും കൊണ്ടിടും, തമിഴ്നാട്ടിലും എടുക്കുന്നുണ്ട് ഏടോള്. സംസ്ഥാനങ്ങൾ ബേസ് ചെയ്തിട്ടും നമ്മുടെ ജില്ലകൾ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ പരസ്യം കൊടുക്കുക. അതായത് KL രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയുടെ ഒരു 30-20 ആഡുകൾ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നോർമലായിട്ട് ഇത് പല സ്ഥലങ്ങളിലായിട്ടാണ് ഇടുക. അതായത് അടുത്തടുത്ത സ്ഥലങ്ങളിൽ ഇടാനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പൈസ എന്തിട്ടാന്ന് വെച്ചാൽ തന്നാൽ മതി. നമ്മൾ ആ ഒരു വണ്ടി തീരെ ഉപയോഗിക്കണമൊന്നുമില്ല. നിങ്ങൾക്ക് നാട്ടിലെത്തിച്ചേരാം. വണ്ടി എത്തിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ ആ ഒരു സെയിം കാര്യങ്ങൾ തന്നെ ഇവരും പറയും. അവർ വണ്ടിയുടെ RC ബുക്ക് അതേപോലെ തന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അയച്ചു തരും. ഇതെങ്ങനെയാണ് അവരുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വണ്ടിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വണ്ടിയുടെ ആഡ് OLX ഇട്ടു എന്ന് വിചാരിക്കുക. OLXൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയും, ഞാൻ അഡ്വാൻസ് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്, നിങ്ങൾ വണ്ടിയുടെ ഫോട്ടോയും ആധാർ കാർഡ്, ഐഡൻറ്റി കാർഡ്, എൻ്റെ പ്രൂഫുകളും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. ഞാനെല്ലാം അയച്ചു കൊടുക്കും. ആ ഒരു ഫോട്ടോസും ആ ഒരു പോസ്റ്റുകളും വെച്ചിട്ടാണ് അവരുടെ അവിടുത്തെ കളികൾ എന്ന് പറയുന്നത്. അപ്പോൾ OLX മുഖേന നിങ്ങളുടെ ID കാർഡും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിയുടെ RC ബുക്ക് കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയച്ചു കൊടുക്കാണ്ടിരിക്കുക. ഫിനാൻസിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഒരുപാട്, വീട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് RC ബുക്കിൻ്റെ ഫോട്ടോ ചോദിക്കും. പരമാവധി അയച്ചു കൊടുക്കാണ്ടിരിക്കുക. RC ബുക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒഴിയുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരുടെ തട്ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വണ്ടി നമ്പറൊക്കെ നമ്മൾ നോക്കി പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യന്മാരും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നിങ്ങളുടെ പൈസ ഫുള്ളായിട്ട് പോവും. ഇതാണ് പറഞ്ഞ അഞ്ചാമത്തെ ഒരു തട്ടിപ്പ് എന്ന് പറയുന്നത്. പട്ടാളക്കാരാണ് അവരുടെ മെയിൻ സാധനം. അപ്പോൾ നിങ്ങൾ പട്ടാളക്കാരുടെ പേരും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വെച്ചാൽ ഒരു കാരണവശാലും കൊടുക്കാണ്ടിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. KL മാത്രമല്ല, അവരുടെ TN ഉണ്ടാവും, പിന്നെ എന്തിനാ കർണാടക ഉണ്ടാവും, മഹാരാഷ്ട്ര ഉണ്ടാവും. എല്ലാ രജിസ്ട്രേഷൻ വണ്ടികളും അവരുടെ അക്കൗണ്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഏടും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഒരുപാടുണ്ട് നമ്മുടെ OLX മുഖേന. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. OLX യൂസേഴ്സ് മസ്റ്റായിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുള്ള പരിപാടികൾക്കൊന്നും പോകാണ്ടിരിക്കുക. ഇനി അവസാനത്തെ തട്ടിപ്പ് രീതി
എന്താണെന്ന് നോക്കാം. അത് ശരിക്കും എന്നിട്ട് പറയാ, തട്ടിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ബുദ്ധി കൂടി പോയോണ്ട് നമ്മുടെ മലയാളീസ് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു RC200 1.5 ലക്ഷം രൂപ മാർക്കറ്റിൽ ഒരു വണ്ടി അവർ 60,000 രൂപയ്ക്ക് ഇടും. ഏകദേശം ഒരു 2 വർഷത്തെ അടവും കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ടെന്ന് പറയും. അപ്പം കോമൺ ആയിട്ട് എന്താ പറയുക, ഒരു വണ്ടിക്ക് ലോൺ ഇട്ടിട്ടുണ്ടെങ്കിൽ 2-3 വർഷമൊക്കെയാണ് ആ ഒരു ലോണിൻ്റെ കാലാവധി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 4-5 അടവൊക്കെ മുടക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടി പിടിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ വണ്ടി സറണ്ടർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ വരും. അപ്പം അത്തരത്തിൽ അടവും മുടങ്ങി ഒരുപാട് നാൾ സറണ്ടർ ആക്കാണ്ട് കൊണ്ടുനടന്നിട്ടുള്ള വണ്ടികളാണ് OLX ഇടുക. അപ്പോൾ 60,000-70,000 എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ പോയി എടുക്കും. അവരെന്നിട്ട് പറയും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം, ഒരാഴ്ചക്കുള്ള NOCയും കാര്യങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ലോണും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുതി തരും. ഞാൻ ഒരു വട്ടം പെട്ടതാണ്, കോഴിക്കോട് വെച്ചിട്ട് ചെറിയ ഇതേപോലത്തെ ഒരു ഡൂക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആകെ പണി കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. പിന്നെ മൊബൈലുകളുണ്ട്, അടവിന് മൊബൈലും കാര്യങ്ങളൊക്കെ എടുക്കും, അത് OLX-ലിടും. എന്നിട്ട് EMI മുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു സംഭവം കാണാം, അടവ് മുടങ്ങിയോണ്ട് നിങ്ങളുടെ മൊബൈൽ തൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്തു എന്നുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഈ തട്ടിപ്പറയുക. വില കൂടിയിട്ടുള്ള മൊബൈലുകളിലാണ് ഇത് കൂടുതലായിട്ട് നടക്കുന്നത്. ബൈക്കുകളും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് പരമാവധി നിങ്ങൾ നേരിട്ട് പോയിട്ട് അടവും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ വണ്ടികൾ വാങ്ങാൻ ശ്രമിക്കുക. ഈ വില കുറവ് കാണുമ്പോഴേക്കും കണ്ണും തള്ളി കാളെ പറ്റൂന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ പോണ പോലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ നിർത്താം. ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നല്ലൊരു എമൗണ്ട് നിങ്ങളൊരു വണ്ടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള നിങ്ങളുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. OLX മുഖേന ഇപ്പോൾ തമിഴ്നാട്ടിൽ കിടക്കുന്ന ഒരാൾ നമ്മുടെ വണ്ടിയുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നു. നോർമലായിട്ടും അയാൾ ഒരു മോഷ്ടാവായിരിക്കും, അയാൾക്ക് മോഷ്ടിക്കാൻ വണ്ടികളൊന്നും കിട്ടാണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോഴാണ് ഈ വണ്ടി കാണുന്നത്. ഈശ്വര, ഇത് കോൾ അടിച്ചുള്ളൂ. അവർ പൊതുവേ വരണത് ഒരു 7 മണി 8 മണി 9 മണിക്കൊക്കെ ശേഷമാണ്. ടെസ്റ്റ് ഡ്രൈവ് ചോദിക്കും വണ്ടി. ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടിയും കൊണ്ട് പോകും. ഇത് നമ്മുടെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ കോട്ടയത്തൊക്കെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. തമിഴ്നാട്ടുകാരെ മാത്രമേ ഞാൻ പറയുന്നില്ല, ഒരുപാട് വാഹന മോഷ്ടാക്കൾ ഇത്തരത്തിൽ OLX മുഖേന വണ്ടി കാണാൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടിയും കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് മെയിനായിട്ട് സ്പോർട്സ് ബൈക്കുകളാണ്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ കൂടുതലും സ്പോർട്സ് ബൈക്കുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് അവർ ചെയ്യണത്. രാത്രി പരമാവധി OLX മുഖേന വരുന്ന ടീമുകൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാണ്ടിരിക്കുക. ഇനി വന്നെങ്കിൽ തന്നെ നിങ്ങൾ കൂടെ പോയിട്ട് കാര്യമൊന്നുമില്ല, പകല് വരാൻ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്നിട്ട് പറയാം, അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഒന്നും വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ID കാർഡ്, ആധാർ കാർഡ്, അത്തരത്തിലുള്ള പ്രൂഫുകൾ ഉണ്ടാക്കാനുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ആകെ കൂടുതലെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാണ്ടിരിക്കുക. ഒരു 2-3 പേരായിട്ട് വരാൻ പറയാം. 2-3 പേരെ അവിടെ പിടിച്ചെടുത്താൽ ഒരു 4-5 ആൾക്കാരൊക്കെ കൂടിയിട്ട് വണ്ടി കാണിക്കുക. എന്നിട്ട് വണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ പറയാം. അത്തരത്തിൽ വിൽക്കായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു മനോവിഷമം. കുറേ ആൾക്കാർ നമ്മുടെ മലയാളീസ് ഇതിൻ്റെ ഇടയിൽ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി.